സനാതനം ബാലപാഠശാലയിലെ പ്രിയ മക്കൾക്ക് സാദര നമസ്കാരം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതത്തിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. അമ്പാടിയിൽ ഭഗവാന്റെ മായാലീലകൾ തുടരുകയാണ്. ഒരു ദിവസം വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സ്ത്രീ, പഴക്കച്ചവടക്കാരി, പഴങ്ങൾ വിറ്റുകൊണ്ട് ഗോകുലത്തിലെത്തി. ആ ദിവസം കൂടുതൽ പഴങ്ങളൊന്നും വിൽക്കുവാൻ കഴിഞ്ഞില്ല. വീട്ടിൽ ചെറിയ മക്കളാണ്, ഭർത്താവിന് അസുഖമാണ്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തെ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് ആ അമ്മ രാവിലെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ ശേഖരിക്കുന്ന കുറേ പഴങ്ങളുമായിട്ട് വിടുവിടാന്തരം കയറിയിറങ്ങും. ആ പഴങ്ങൾ വിറ്റിട്ട് അവിടുന്ന് കുറച്ച് നെല്ല്, പയറ്, അങ്ങനെ പലതും കൊടുക്കും. അതുമായിട്ട് തിരിച്ചു ചെന്ന് തൻ്റെ മക്കൾക്ക് ഭക്ഷണമുണ്ടാക്കി കൊടുക്കണം, ഭർത്താവിനെ ശുശ്രൂഷിക്കണം. അങ്ങനെയുള്ളൊരു പഴക്കച്ചവടക്കാരി ഒരു ദിവസം വന്നു. കണ്ടപ്പോഴേ നമ്മുടെ ഉണ്ണിക്കണ്ണന് അവരുടെ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലായി. അവളെ കണ്ട ബാലനായ കൃഷ്ണൻ ഗൃഹത്തിനുള്ളിൽ ചെന്ന് കൈനിറയെ ധാന്യമെടുത്ത് പുറത്തു വന്നു. പഴങ്ങളൊന്നും മേടിച്ചില്ല, അതിനു മുമ്പ് തന്നെ അകത്തേക്ക് ഓടിപ്പോയി കണ്ണൻ. എന്നിട്ട് കൈ നിറയെ ധാന്യങ്ങൾ എടുത്ത് പുറത്തേക്ക് വന്നു. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ധാന്യമണികൾ അധിക ഭാഗവും കുഞ്ഞി കൈവിരലുകൾക്കിടയിലൂടെ ചോർന്നുപോയി. കുറേ എടുത്തു, പക്ഷേ വഴിയിൽ കുറേ ചോർന്നുപോയി. കൃഷ്ണൻ ബാക്കിയുള്ള ധാന്യം പഴക്കാരിക്ക് കൊടുത്തു. അവർ ധാന്യം സ്വീകരിച്ച് കണ്ണന്റെ കയ്യിൽ നിറയെ ഫലങ്ങൾ കൊടുത്ത് വീട്ടിലേക്ക് മടങ്ങി. കണ്ണന്റെ കയ്യിലേക്ക് നല്ല കുറേ പഴങ്ങൾ വെച്ച് കൊടുത്തു. അവിടെ എത്തി പഴക്കൂട്ടയിലേക്ക് നോക്കിയപ്പോൾ അവൾക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. പഴക്കൂട്ടയിൽ ഉണ്ടായിരുന്ന ധാന്യമണികളെല്ലാം അമൂല്യ രത്നങ്ങളായി കണ്ട് അത്ഭുതപ്പെട്ടു പോയി ആ സ്ത്രീ. ഞാൻ ആരുടെ അരികിലേക്കാണ് ചെന്നത്? അതൊരു സാധാരണ ബാലനല്ലല്ലോ, അവൻ എനിക്ക് തന്നത് നെല്ലാണല്ലോ. ഈ നെല്ല് ഇതാ അമൂല്യങ്ങളായ വൈരങ്ങളായി മാറിയിരിക്കുന്നു. അത്ഭുതത്തോടുകൂടി ആ കൊച്ചു കൃഷ്ണന്റെ കഥകൾ ആ സ്ത്രീ ലോകം മുഴുവൻ പറഞ്ഞു നടന്നു. ഗോകുലത്തിൽ ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അത്യാഹിതങ്ങൾ കണ്ടിട്ട് അവിടെ ഒട്ടും താമസയോഗ്യമല്ലെന്ന നിഗമനത്തിലെത്തിയ നന്ദഗോപൻ മറ്റ് ഗോപന്മാരുമായി ആലോചിച്ച് വൃന്ദാവനം എന്ന സ്ഥലത്തേക്ക് മാറി താമസിക്കുവാൻ തീരുമാനിച്ചു. ഗോകുലത്തിലായിരുന്നു ഭഗവാന്റെ ബാല്യകാലം, നന്നേ ബാല്യത്തില്. പക്ഷെ 6 മാസം പ്രായമുള്ളപ്പോൾ പൂതന വന്നു, പിന്നീട് ഭഗൻ വന്നു. ഇങ്ങനെ പലരും വന്നിട്ട് ഉണ്ണിക്കണ്ണനെ കൊല്ലുവാൻ പരിശ്രമിക്കുന്നത് കണ്ടിട്ട് അച്ഛനായ നന്ദഗോപനും അമ്മയായ യശോദയ്ക്കും എന്തെന്നില്ലാത്ത വിഷമമുണ്ടായി. അവർ തീരുമാനിച്ചു, ഇനിയും ഞങ്ങൾ ഇവിടെ തന്നെ ഈ ഗോകുലത്തിൽ തന്നെ ജീവിച്ചാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട കണ്ണനെ ആരെങ്കിലും കൊന്നുകളയുമോ? അവർക്കറിയില്ല കണ്ണൻ മഹാവിഷ്ണുവാണ് എന്ന കഥയൊന്നും ഈ നല്ലവരായ അച്ഛനും അമ്മയ്ക്കും അറിയില്ല. അവർ തീരുമാനിച്ചു, ഞങ്ങളുടെ മകനെ ആരും ഉപദ്രവിക്കാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകണം. അങ്ങനെ അവർ വൃന്ദാവനം എന്ന സ്ഥലത്തേക്ക് തീരുമാനിച്ചു മാറി താമസിക്കാൻ. അവിടെ പശുക്കൾക്കുള്ള ഇളം പുല്ല് ധാരാളമായി ലഭിക്കും, ജലത്തിന് ക്ഷാമമില്ല, പുണ്യകരങ്ങളായ പർവ്വതങ്ങളുണ്ട്, പുൽമേടുകൾ, വള്ളിക്കുടിലുകൾ എന്നിവയെല്ലാം ഉണ്ട് അവിടെ. അനന്തരം ഗോപന്മാരെല്ലാം അവരവരുടെ വണ്ടികൾ തയ്യാറാക്കി ഗൃഹോപകരണങ്ങളും മറ്റും അവയിൽ കയറ്റി യാത്ര പുറപ്പെട്ടു. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗോകുലവാസത്തിന്റെ 2ാം ഘട്ടമാണ് ഇനി തുടങ്ങാൻ പോകുന്നത്. ഭഗവാൻ അപ്പോഴേക്ക് 5 വയസ്സ് കഴിഞ്ഞു. മധുരയുടെ വടക്ക് പടിഞ്ഞാറു ഭാഗത്തായിട്ടാണ് വൃന്ദാവനം. വൃന്ദ എന്നാൽ തുളസി എന്നർത്ഥമുണ്ട്. അതാണ് ആ പേര് ലഭിക്കുവാനുള്ള ഒരു കാരണം. ജലന്ധരന്റെ പത്നി വൃന്ദ പാതിവൃത്യഭംഗം സംഭവിച്ചതിനാൽ ദേഹത്യാഗം ചെയ്ത വനപ്രദേശമായതിനായാലും വൃന്ദാവനം എന്ന പേര് ലഭിച്ചു. ഗോപന്മാരെല്ലാം കയ്യിൽ വില്ലും അമ്പും ധരിച്ചുകൊണ്ടാണ് വണ്ടികളിൽ കയറിയത്. പശുക്കൂട്ടങ്ങളെ മുമ്പിൽ നടത്തുകയും ചെയ്തു. യശോദയും രോഹിണിയും രാമകൃഷ്ണന്മാരെയും കൊണ്ട് ഒരേ വാഹനത്തിലായിരുന്നു യാത്ര ചെയ്തിരുന്നത്. വൃന്ദാവനത്തിൽ എത്തിയതോടുകൂടി ഗോപന്മാർ തങ്ങളുടെ വാസസ്ഥാനങ്ങൾ നിർമ്മിച്ചു, വീടുകളുണ്ടാക്കി. വൃന്ദാവനത്തിലെ കാനന ഭംഗി, ഗോവർദ്ധന പർവ്വതം,
യമുനാതീരത്തെ മണൽത്തിട്ടകൾ എന്നിവയെല്ലാം ബലരാമനും കൃഷ്ണനും ആനന്ദമായിട്ട് തോന്നി. രാമകൃഷ്ണന്മാർ ഗോപാലബാലന്മാരും ക്രമേണ വളർന്ന് പൈക്കുട്ടികളെ മേക്കാൻ പ്രാപ്തരായി. പശുക്കുട്ടികളെ മേയാൻ വിട്ടവർ വനത്തിൽ പല പല ലീലകളിലും ഇടപെടുമായിരുന്നു. അവർ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉണ്ണിക്കണ്ണൻ ഇതാ വളർന്നിരിക്കുന്നു. ഇപ്പൊ പശുക്കളെ മേയ്ക്കുവാൻ പോവും. ഭഗവാന്റെ ഒരു പേരാണ് ഗോപാലകൃഷ്ണൻ, ഗോക്കളെ പരിപാലിച്ചവൻ. നമ്മൾ പശുവിനെ ആരായി കരുതുന്നു? അമ്മയായി കരുതുന്നു. എന്തുകൊണ്ടാണ് നാം പശുവിനെ അമ്മയായി കരുതുന്നത്? ബാലപാഠശാലയിലെ എല്ലാ മക്കളും പശുവിനെ ഗോമാതാവ് എന്ന് വിശേഷിപ്പിക്കേണ്ടതും അങ്ങനെ കരുതേണ്ടതുമാണ്. എന്തുകൊണ്ട്? അമ്മയുടെ മുലപ്പാലിനൊപ്പം നാം കുടിച്ചു വളർന്ന പാല് പശുവിൻ്റെതാണ്. പശുവിൻ്റെ പാല് കുടിച്ചു വളരാത്ത ഒരു കുഞ്ഞു പോലുമില്ല. അമ്മയുടെ മുലപ്പാല് വറ്റിയതിന് ശേഷവും ഒരു കുഞ്ഞ് കുടിച്ചു വളരുന്നത് പശുവിൻ്റെ പാലായതുകൊണ്ട് മോരും തൈരും നെയ്യും വെണ്ണയും എല്ലാം നമുക്ക് നൽകുന്നത് ഈ സാധു മൃഗമാണ്. ഇതിൻ്റെ മൂത്രം, ഗോമൂത്രം ഔഷധമാണ്. ഒരുപാട് ആയുർവേദ മരുന്നുകളിൽ ചേർക്കുന്നുണ്ട്. മനുഷ്യന്മാർ ദിവസവും കഴിക്കുന്നതാണ്. ഉത്തരേന്ത്യയിലൊക്കെ നമ്മുടെ മലയാളികളിലും ധാരാളം ആളുകൾ ഗോമൂത്രം കഴിക്കുന്നവരാണെന്നറിയണം. ചാണകത്തിൻ്റെ മഹാത്മ്യം പറയേണ്ടതില്ലല്ലോ. ഒരു കാലത്ത് നമ്മുടെ വീടുകൾ മുഴുവൻ വൃത്തിയാക്കിയിരുന്നത് ചാണകം തളിച്ചിട്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. ചാണകം കാർഷിക രാജ്യമായി നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷിയുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വളമാണ്. അതുകൊണ്ട് പശുവിൻ്റെ മൂത്രം, ചാണകം, അതിൻ്റെ പാലിൽ നിന്ന് മോര്, തൈര്, നെയ്യ്, വെണ്ണ, അങ്ങനെ പശുവില്ലാതെ ഒരു ദിവസം ജീവിക്കുവാൻ നമുക്ക് ഭാരതീയർക്ക് സാധ്യമാണോ? അതുകൊണ്ടാണ് നാം പശുവിനെ ഗോമാതാവ് എന്ന് വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഗോക്കളെ പരിപാലിച്ചുകൊണ്ട് ഭഗവാൻ വൃന്ദാവനത്തിൽ വളരുവാൻ തുടങ്ങി. ഭഗവാന്റെ മനോഹരമായ കഥകളെ നമുക്ക് അടുത്ത ആഴ്ച തുടരാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.